ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഇജുഅല 2.0. അപ്പോൾ പ്ലസ് 2 റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കുട്ടികളൊക്കെ കുറച്ച് വിഷമത്തിലാണ്. കാരണം കുറച്ച് പേരൊക്കെ ഫെയിൽഡ് ആയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു 77% കുട്ടികൾ മാത്രമാണ് പ്ലസ് 2 നമ്മുടെ കേരളത്തിലെ എക്സാം എഴുതിയ കുട്ടികളിൽ പാസ്സായിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഫെയിലാണ്. അപ്പോൾ കൊമേഴ്സ് ബാച്ചിലെ കുട്ടികൾക്ക്, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫെയിൽഡായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. കാരണം നമ്മൾ എങ്ങനെയാണ് ഫെയിൽഡ് ആവാന്ന് പറഞ്ഞാൽ, ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, നമ്മൾക്ക് 6 സബ്ബാണുള്ളത് അല്ലേ, ഈ 6 സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റ് ഫെയിലായാൽ മതി, നിങ്ങൾ പ്ലസ് 2 ഫെയിലായി അല്ലേ. അപ്പം നമ്മൾ കൊമേഴ്സ് സബ്ജക്റ്റുകളായ ഇപ്പം മലയാളം, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആൻഡ് ഇംഗ്ലീഷ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മലയാളത്തിൽ നമുക്കൊരു 48 കിട്ടണം. അതായത് 80 എക്സാമാണ് പ്ലസ് 2 നമുക്ക് ടോട്ടൽ. അതായത് നമ്മൾ പാസ്സായെന്ന് പറയണമെങ്കിൽ മലയാളത്തിൽ 48 ഉണ്ടോ നോക്കുക. അക്കൗണ്ടൻസിയിൽ നമുക്ക് എഴുതിയ പരീക്ഷയിൽ 36 മാർക്ക് ഉണ്ടാവും നോക്കുക. പ്ലസ് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് എന്നുള്ളവർക്ക് 40 മാർക്ക് പ്രാക്ടിക്കൽ എക്സാം അവിടെ വരുന്നുണ്ട് കേട്ടോ. ദെൻ ബിസിനസ് സ്റ്റഡീസിൽ 48 ഉണ്ടോ നോക്കുക. എക്കണോമിക്സിൽ 48, കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും സെയിം 36 പ്ലസ് 40 പ്രാക്ടിക്കൽ. ദെൻ ഇംഗ്ലീഷിൽ 48 ഉണ്ടോ നോക്കാം. ഈ 48ഉം 36ഉം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ റിസൾട്ട് വന്നിട്ട് ടോട്ടലിൽ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഡി ഗ്രേഡ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഡി പ്ലസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ പറയുക, ഡി പ്ലസ് ഉള്ളവരും നമുക്ക് എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്, ഇതൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് 2 വർഷം നിങ്ങൾ പഠിച്ചിട്ട് 2 വർഷത്തെ മാർക്കാണ് കേട്ടോ പറയണേ. 2 വർഷം നിങ്ങൾക്ക് പഠിച്ചിട്ട് ഈ കാണുന്ന മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഫെയിൽഡാണ്. ഓരോ സബ്ജക്റ്റിലും ടോട്ടൽ മാർക്ക് നോക്കിയാൽ മതി. ടോട്ടൽ മാർക്ക് അതിൽ TE മാർക്ക് നോക്കിയാലും മതിയാവും. TE മാർക്ക് ടോട്ടൽ കാണാം. അതിൽ ടോട്ടൽ TE മാർക്ക് നോക്കിയാലും നിങ്ങൾ പാസ്സായിട്ടുണ്ടോ എന്നറിയാം. ഇറസ്പെക്റ്റീവ് ഓഫ് പ്രാക്ടിക്കൽ എക്സാം. പ്രാക്ടിക്കൽ എക്സാം ആണെങ്കിൽ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്ക് കൂടിയിട്ടാണ് അതിലുണ്ടാവുക. ഓക്കെ, ഇനി ഇങ്ങനെ തോറ്റു കഴിഞ്ഞ് നമ്മളൊരു സബ്ജക്റ്റ് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പ്ലസ് 2 കഴിഞ്ഞാലും നമ്മൾ പ്ലസ് 2 നമ്മുടെ ഫെയിൽഡാണ്. നമുക്ക് ലാസ്റ്റ് SSLC എന്ന് വന്ന സർട്ടിഫിക്കറ്റ് മാത്രമാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്ലസ് 2 ഫെയിൽഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കില്ല? കോളേജുകളിൽ സീറ്റ് കിട്ടില്ല. ഡിഗ്രി നെക്സ്റ്റ് ഒരു ഹയർ ലെവൽ സ്റ്റഡീസിലേക്ക് നിങ്ങൾ എലിജിബിൾ അല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. പിന്നെ പ്ലസ് 2 വരെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ പ്ലസ് 2 കുട്ടി അല്ലെങ്കിൽ തോറ്റു എന്നൊക്കെ വേണം നമ്മൾ പറയാം അല്ലേ. അപ്പോൾ നിങ്ങളെ സ്റ്റഡീസ് അവിടെ സ്റ്റോപ്പ് ആവാണ്. അപ്പോൾ കുറേ കുട്ടികളൊക്കെ 1 മാർക്കിന്, ഇപ്പോൾ 48 പകരം 47, 1 മാർക്കിനൊക്കെ ഫെയിൽഡായ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ സംബന്ധിച്ച് വളരെയധികം വിഷമമുള്ള കാര്യമാണ്. പിന്നെ റീവാലുവേഷൻ കൊടുക്കണോ എക്സാം എഴുതണം? അടുത്ത സംശയം ഞാൻ പറയുകയെന്ന് വെച്ചെങ്കിൽ, റീവാലുവേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുമ്പോഴേക്കും, റീവാലുവേഷൻ്റെ റിസൾട്ട് വരുമ്പോഴേക്കും നമ്മുടെ എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ടൈം അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റഡി സ്റ്റോപ്പ് ആവാണ്. വാട്ട് ഹാപ്പൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ആ സ്റ്റഡീസ് അവിടെ നിൽക്കുകയാണ്. മാത്രമല്ല നമ്മുടെ സർട്ടിഫിക്കറ്റ് എവിടെ ഒതുങ്ങിക്കൂടാണ്? നമ്മുടെ SSLC എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റിൽ അവിടെ ഒതുങ്ങിക്കൂടാണ്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലേ. ഇനി നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പ്ലസ് 2 ഫെയിൽഡായി, പക്ഷേ ഇനി പഠിക്കണം, ഒരുപാട് നല്ല വിഷമത്തിലിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ഓപ്ഷനാണ് ലാസ്റ്റ് ഉള്ളത്? വർഷം മിസ് ചെയ്യാതെ, ഇനി ഒരു വർഷം പോലും കളയാതെ നിങ്ങൾ വിചാരിക്കുക ഇനി അടുത്ത കൊല്ലം പ്ലസ് 2കാർ ഇതിനോടുകൂടെ കൂടെ എഴുതാം. പക്ഷേ ആ വർഷം മിസ് ചെയ്യാതെ നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ഓപ്ഷനാണ് എക്സാം. അത് എത്രയും വേഗം എല്ലാ ഫെയിൽഡ് സ്റ്റുഡൻറ്റും, ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, 2 സബ്ജക്റ്റ് ആയിക്കോട്ടെ, 3 സബ്ജക്റ്റ് ആയിക്കോട്ടെ, എക്സാം നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും എഴുതാം. 6 സബ്ജക്റ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? എക്സാം എഴുതാം. എക്സാം എഴുതുന്നതിൽ എണ്ണം ഇല്ല. ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് 2 or 3 പറ്റുള്ളൂ. അതുപോലെ തന്നെ റീവാലുവേഷനും അതിനൊക്കെ എണ്ണം ഉണ്ട്. പക്ഷേ എക്സാം നമുക്ക് 6 സബ്ജക്റ്റ് വേണമെങ്കിലും എഴുതാം. നിങ്ങളുടെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാമാണ്. ഓക്കെ, എക്സാം ആണ് നമ്മുടെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ. അത് എക്സാം ഉണ്ട്. ആ എക്സാം നമുക്ക് എന്നാണ് ഉണ്ടാവുക? എക്സാം നമുക്ക് ഉള്ളത് ജൂൺ 25-നാണ്. ജൂൺ 25-ന് ഏകദേശം നമുക്ക് പഠിക്കാനായിട്ട് 1 മന്ത് ഉണ്ട് കയ്യിൽ. 1 മന്ത് നമ്മുടെ കയ്യിലുണ്ട്.
ഇതിനെ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യുക? സേ എക്സാം വേഗം പോയിട്ട് ഫെയിൽഡായ കുട്ടികൾ സേ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നാളെ തന്നെ വൈകാതെ കൊടുക്കുക. ലേറ്റ് ആക്കരുത്. ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇപ്പോൾ എത്ര സബ്ജക്റ്റ് ഉണ്ടോ, ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അത്, 2 സബ്ജക്റ്റ് ആണെങ്കിൽ അത്, എത്ര സബ്ജക്റ്റിന് സേ എക്സാം എഴുതാൻ പറ്റുമോ അത് എഴുതാം. ഇനി നമ്മൾ ഇത്രയും 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നല്ല രീതിയിൽ എന്തായിട്ടിരിക്കാവും, ഒരു പഠിത്തമൊക്കെ കംപ്ലീറ്റ് തലേന്ന് വിട്ടിരിക്കും. നിങ്ങൾ സേ എക്സാം എഴുതി ബുക്കൊക്കെ ആദ്യം മുതൽ തുറന്ന് പഠിക്കണമല്ലേ. അപ്പോൾ അത് പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആലോചിക്കാം. നമുക്ക് ഈ റിസൾട്ട് വരുമ്പോൾ പാസ്സായ കുട്ടികൾക്കുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അല്ലേ? നിങ്ങളെ പാരൻസ്, നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളെ ഫ്രണ്ട്സ്, നിങ്ങളെ ടീച്ചേഴ്സ് എല്ലാവരും പാസ്സാവാത്ത ആ ഒരു വിഷമം പറഞ്ഞിട്ടുണ്ടാവാം. അത് നിങ്ങൾ ആലോചിക്കാം. നിങ്ങൾക്കുള്ള ഒരു അച്ചീവ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരു തോൽവി എന്ന് പറയുന്നത് വിജയത്തിൻ്റെ ഒരു തുടക്കമാണ്. അപ്പോൾ ആ ഒരു അച്ചീവ്മെൻറ്റ് പോലെ നിങ്ങൾ ഈ തോൽവിനെ കാണാം. സേ എക്സാമിന് അപ്ലൈ ചെയ്യുക, സേ എക്സാമിന് എഴുതുക, നല്ല മാർക്ക് വാങ്ങുക. സേ എക്സാം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ഒരു നോർമൽ, നിങ്ങളിപ്പോൾ മാർച്ചിൽ എഴുതിയ പോലെ ഒരു എക്സാം ആയിരിക്കും. സെയിം നമ്മൾ പഠിച്ച സിലബസിനോ അല്ലെങ്കിൽ ഒന്നും മാറ്റമല്ല. അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഏകദേശം സെയിം തന്നെ ആയിരിക്കും. ഇപ്പം എഴുതിയ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ അല്ല വരിക കേട്ടോ. അപ്പം ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ എത്രയാണ് നിങ്ങളത് പഠിക്കുക, അത് എഴുതുക. അത് സേ എക്സാമിൻ്റെ റിസൾട്ട് വന്നാൽ നിങ്ങൾ ഈ കൊല്ലം തന്നെ പാസ്സായി. ഓക്കെ. ഇനി അപ്ലിക്കേഷൻ കൊടുക്കാനൊന്നും ഒരാളാലോചിക്കും. ചില കുട്ടികളുണ്ട്, സേ എക്സാം ഞാനൊന്നും സേ എഴുതുന്നില്ല, മിസ് എന്തിനാ വെറുതെ സേ എഴുതുന്നത്, ഞാൻ തോറ്റില്ലേ, അങ്ങനെ ഇരിക്കരുത്. വേഗം പോയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുക. ഇനി നമ്മുടെ കൊമേഴ്സ് കുട്ടികളുടെ ബാച്ച് മിസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് സേ എക്സാമിന് വേണ്ടത്. അതായത് കൊമേഴ്സ് സബ്ജക്റ്റുകളായ അക്കൗണ്ടൻസി ഉണ്ടാവും, ഇക്കണോമിക്സ് ഉണ്ടാവും, ബിസിനസ് സ്റ്റഡീസ് ഉണ്ടാവും, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഈ 4 സബ്ജക്റ്റും നമ്മൾ സേ എക്സാമിന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പെർ സബ്ജക്റ്റ് 1000 rupees ആണ്. അതായത് നിങ്ങളെ ജയിപ്പിച്ച് വിടണ്ടേ. നമ്മളെ കയ്യിലുള്ളത് വെറും ഒരു 20 something days ഉള്ളൂ. നമ്മൾ ഈ ക്ലാസ് വേഗം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. വിത്തിൻ 2 days നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ട് കൊടുക്കും. 2 days അഡ്മിഷൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മളൊരു 4 ദിവസം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ക്ലാസ് വേഗം സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് മാക്സിമം ഒരു 25 days എങ്കിലും ക്ലാസ് കിട്ടണം. ഓക്കെ, നമുക്കത് കിട്ടണം. എന്നിട്ട് ഓരോ സബ്ജക്റ്റും, അതായത് ഇപ്പോൾ അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, ബിസിനസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഈ 4 എണ്ണത്തിൽ നിങ്ങൾ ആരെങ്കിലും ഫെയിൽഡ് ആയിട്ടുണ്ട് എങ്കിൽ ഒരു വിഷയത്തിനാണെങ്കിൽ 1000, 2 വിഷയമാണെങ്കിൽ 2000. അങ്ങനെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ 1000 rupees നമ്മൾ ഫീസായിട്ട് കാണുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു എഫേർട്ട് അത്രയാണ്. അതായത് 2 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് പറ്റാത്തത് ഒരു 25 daysനുള്ളിൽ നിങ്ങളെ ജയിപ്പിച്ച് തരണം അല്ലേ. അത് മിസ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അപ്പം എത്രയായിരിക്കും ഫീസ് ഉണ്ടാവാം? ഈ 4 വിഷയങ്ങളിൽ, ഇപ്പോൾ അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, ബിസിനസ്, CA, ഈ 4 വിഷയങ്ങളിൽ ഫെയിൽഡ് ആയവർ എന്ത് ചെയ്യാം? സേ എക്സാം കൊമേഴ്സ് ബാച്ച് മിസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ എടുക്കാൻ പോവാണ്. അഡ്മിഷൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം, ക്ലാസ് തുടങ്ങാം. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കംപ്ലീറ്റ് കാര്യങ്ങളും മിസ് നിങ്ങളെ അറിയിക്കും, വരും വീഡിയോകളിൽ അറിയിക്കും. ഇപ്പോൾ ഫീസും ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടെന്നാണ് മിസ് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. ജയിക്കുമെന്ന് 100% മിസ്സിന് ഉറപ്പാണ് നിങ്ങളെല്ലാവരും. കാരണം കഴിഞ്ഞ 3 വർഷത്തിൽ നമ്മൾ സേ എക്സാം ബാച്ച് വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. ഈവൻ കഴിഞ്ഞ വർഷം, മുന്നത്തെ വർഷമൊക്കെ നമുക്ക് ഫെയിൽഡ് ആയ കുട്ടികൾ A+ വരെ ആ സബ്ജക്റ്റിൽ വാങ്ങിയ അവരുടെ പാരൻസൊക്കെ നമ്മളെ വിളിച്ച് അത്രയും വിഷമത്തിലും സങ്കടത്തിലും, അതായത് അത്രയും കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ മക്കൾ A+ വാങ്ങിച്ചു, അതായത് ഫെയിൽഡ് ആയ കുട്ടികൾ A+ വാങ്ങി എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ട് നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തിലാണ് മിസ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും എക്സാം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്ക് അഡ്മിഷൻ വേണമെന്നുണ്ട് എങ്കിൽ മിസ് നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. 7907664613. ഇതാണ് എഡ്യൂവാലെറ്റ് 2.0 നമ്മുടെ മൊബൈൽ നമ്പർ. ഇതിലൊന്ന് വാട്സപ്പ് ചെയ്യുക. ഇതിൽ വിളിച്ച് കിട്ടാത്തവരോ അല്ലെങ്കിൽ നോക്കാത്ത ഉണ്ട് എങ്കിൽ അടുത്തൊരു നമ്പറും കൂടി തരാം, 7025141138. ഇതാണ് ശരിക്കുള്ള നമ്പർ. വിളിച്ച് കിട്ടാത്തവരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, നെക്സ്റ്റിൽ നിന്ന് വിളിക്കാം. ഇതിൻ്റെ സേ എക്സാം ബാച്ചിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഇപ്പോൾ ഇതിൽ മിസ് ഫീസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്, എത്രത്തോളം സക്സസ്ഫുൾ ആണ്, എങ്ങനെയാണ് നിങ്ങൾ മിസ്സിൻ്റെ ഉള്ള ഉറപ്പ് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്നുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾ വരും വീഡിയോകളിലെല്ലാം അറിയിക്കും. എന്തായാലും അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എത്രയും വേഗം ജോയിൻ ചെയ്ത് വിഷമിച്ചിരിക്കാതെ ഈ കൊല്ലം തന്നെ പാസ് ഔട്ട് ആവാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ എവരിവൺ, താങ്ക് യു സോ മച്ച്.